എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പിന്നെയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ജിമ്മിൽ പോയപ്പോഴാണ് അതുതന്നെ സംഭവിച്ചത്. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. പിന്നെന്താ, ഇഡലി ആയിരുന്നു കഴിച്ചത്. ഇഡലിയും കടലക്കറിയും ചമ്മന്തിയും ഒരു കോമ്പിനേഷൻ ആട്ടോ. ഒന്ന് കഴിച്ചു നോക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച കോമ്പിനേഷനാണ്. പിന്നെ സൈൻ ലബാനെ കുറിച്ച് പറയാനാണ് വന്നത്. കോടിമതയിലുള്ള നല്ലൊരു ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 350 റുപ്പീസിന് നമ്മൾ വാങ്ങിച്ചാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 പേർക്ക് കഴിക്കാം കേട്ടോ. നല്ലൊരു ഡെസേർട്ട് തന്നെയാണ്, അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അതിനകത്ത് ഫില്ലിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ക്രീമിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫില്ലിംഗ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ കോടിമതയിലാണ് ഷോപ്പ് വരുന്നത്. എല്ലാവരും മാക്സിമം വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ, നൈസാണ്. കാരണം ഒരു നല്ലൊരു സർവീസൊക്കെ തന്നെയാണ്. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഒരുപാട് കഴിക്കാൻ തോന്നത്തില്ല, പ്രത്യേകിച്ച് ഷുഗർ കട്ട് എടുക്കുന്ന ആൾക്കാർ. കാരണം നന്നായിട്ട് കഴിക്കാനുണ്ട്, നല്ല ക്വാണ്ടിറ്റിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു. എനിക്ക് അതിനകത്തെ ആ ഒരു ഫില്ലിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുനാഫ അങ്ങനെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഫില്ലിങ് നല്ലതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കോട്ടയംകാർ. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ദോശ കഴിച്ചു. പിന്നെന്താ, നല്ല ക്ഷീണം, ഉറങ്ങാം.